വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഞാൻ വന്ദനം പറയുകയാണ്. ഞാനിന്ന് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ശ്രദ്ധിക്കുവാനായിട്ടിടയായി. ആ വീഡിയോയിൽ സംസാരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ചന്ദ്രശേഖർ ആർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഏതോ ഒരു വീഡിയോയിൽ ചില വ്യക്തികൾ ഇട്ട കമൻറ്റ്, ആ കമൻറ്റിന് മറുപടി എന്ന നിലയിലാണ് അദ്ദേഹം ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ ഒരു രണ്ട് കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോടുള്ള ബന്ധത്തിൽ ചോദിക്കുവാനും അതുപോലെ തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നവരത് മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത്, നമുക്ക് ആദ്യം വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം. അദ്ദേഹം പറയുന്ന വീഡിയോ എന്താണെന്ന്, വീഡിയോയിൽ എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് വേണമെങ്കിൽ നമുക്കൊരു അല്പസമയം ഒന്ന് കേട്ടു നോക്കാം. അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. നമുക്ക് അങ്ങനെ തള്ളിക്കളയാം. അത് കാര്യം തീരെ വിവരമില്ലാത്തത് കൊണ്ട് അവർ പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് കളയാം. കാര്യം എൻ്റെ മുത്തച്ഛൻ കുരങ്ങനാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മുത്തച്ഛനും കുരങ്ങനാണെന്നുള്ള തിരിച്ചറിവ് അയാൾക്ക് ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞതു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ചിമ്പാൻസിയുടെ പടം കാണിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നാണ് പരിണമിച്ചത് എന്നുള്ള ഒരു ധ്വനി വരുന്ന രീതിയിൽ ഒരു മീം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രശ്നം ഇദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിമ്പൻസിയും മനുഷ്യനും കസിൻസ് ആണ് എന്നുള്ളതാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന, ഇന്ന് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള, ഇന്ന് കാണുന്ന ഒരു ജീവിയിൽ നിന്നല്ല മറ്റൊരു ജീവി ആയിട്ടുള്ള മനുഷ്യൻ പരിണമിച്ചത്. ഇതിന് രണ്ടിനും ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതും പരിണാമം നടക്കുന്നത് പോപ്പുലേഷനുകളിലാണ്. ഇത് എത്ര പറഞ്ഞാലും ആളുകൾക്ക്. ഇവിടെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഈ പരിണാമം എന്ന കാര്യത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മനുഷ്യർക്ക് മനസ്സിലാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എത്ര പറഞ്ഞാലും മനുഷ്യർക്ക് മനസ്സിലാകാത്ത കാര്യം ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി എന്നുള്ളതാണ് എനിക്കറിയാൻ പാടില്ലാത്തത്. അപ്പോൾ മനുഷ്യന് മനസ്സിലാകാത്ത പരിണാമം പ്രക്രിയ ചന്ദ്രശേഖർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഇങ്ങനെയാണ്, ഇപ്പോൾ ചിമ്പാൻസിയിൽ നിന്നല്ല മനുഷ്യനുണ്ടായത്, ഏതോ ഒരു സാധനം രൂപപ്പെട്ട് പരിണമിച്ച് ചിമ്പൻസി ഉണ്ടായി. അതുപോലെ തന്നെ ഏതോ ഒരു സാധനം രൂപപ്പെട്ട് പരിണമിച്ച് മനുഷ്യനുണ്ടായി. അപ്പോൾ പിന്നീട് ഏതോ ഒരു സാധനം രൂപപ്പെട്ട് അത് പരിണമിച്ച് ആനയുണ്ടായി. അതുപോലെ മറ്റൊരു സാധനം രൂപപ്പെട്ട് പരിണമിച്ച് ഒരു മാനുണ്ടായി. അപ്പം ഇങ്ങനെ ഓരോ വർഗങ്ങൾ ഇങ്ങനെ പരിണമിച്ച് ആദ്യം ഉണ്ടാവുകയും അങ്ങനെ അതിങ്ങനെ നിലനിന്ന് പോരുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ചിമ്പാൻസി എന്ന് പറയുന്നത് പരിണമിച്ച് ചിമ്പാൻസി ആയതിനു ശേഷം ആ ചിമ്പാൻസി ഇങ്ങനെ നിലനിന്ന് പോരുകയാണ്. അപ്പോൾ ആ പരിണമിച്ച് മനുഷ്യനുണ്ടായതിനു ശേഷം ആ മനുഷ്യൻ ഇങ്ങനെ നിലനിന്ന് പോരുകയാണ്. അല്ലാതെ ഈ ചിമ്പാൻസി വീണ്ടും പരിണമിച്ച് മനുഷ്യനാവുകയോ അല്ലെങ്കിൽ മറ്റൊരു ജീവിയായി മാറുകയോ ചെയ്യുന്നില്ല. അതുപോലെ മനുഷ്യൻ പരിണമിച്ച് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ മനുഷ്യൻ വീണ്ടും പരിണമിച്ച് മറ്റൊരു ജീവിയായി മാറും എന്നല്ല അദ്ദേഹം പറയുന്നത്. അങ്ങനെയൊന്നും മാറത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആരംഭത്തിൽ എന്തോ ഒന്ന് പരിണമിച്ച് ഒരു മനുഷ്യനുണ്ടായി. ആ മനുഷ്യനുണ്ടായപ്പോൾ അത് ആണും പെണ്ണുമായിട്ടുണ്ടായി. അങ്ങനെ ആണും പെണ്ണുമായിട്ടുണ്ടായി. അതുപോലെ തന്നെ എന്തോ ഒന്ന് പരിണമിച്ച ഒരു ചിമ്പാൻസി ഉണ്ടായി. ആ ചിമ്പാൻസിയിൽ ആണും പെണ്ണും ഉണ്ടായി. അതുപോലെ തന്നെ മറ്റെന്തോ ഒന്ന് പരിണമിച്ച് മാനുണ്ടായി. ആ മാനിന് ആണും പെണ്ണും ഉണ്ടായി. അപ്പം ഇങ്ങനെ എല്ലാത്തിലും ആണും പെണ്ണും ഉണ്ടായി, പരിണമിച്ച് ആണും പെണ്ണും ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അന്നേരം ഈ പരിണാമം ഒരു തീരുമാനം എടുത്തു. കുറച്ചുകൂടെ മനസ്സിലാവുന്ന വ്യക്തമായ ഒരു മത ഉദാഹരണം തന്നെ തരാം. വിശ്വാസപ്രകാരം കളിമണ്ണ് കുഴച്ചാണ് മനുഷ്യനെ ഉണ്ടാക്കി. എന്നിട്ട് കളിമണ്ണ് കുഴച്ചുണ്ടാക്കിയതിന് ശേഷം ചില വിശ്വാസപ്രകാരം ചുമ്മാ ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്കായി ചിലർക്ക് ഊതി, അങ്ങനെയാണ് മനുഷ്യനെ ഉണ്ടാക്കി എന്നിരിക്കട്ടെ. അങ്ങനെ ഉണ്ടാക്കിയ മനുഷ്യനാണെങ്കിൽ കളിമണ്ണിൽ നിന്നുണ്ടാകുന്ന വേറെ പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് കളിമണ്ണിൽ കുഴച്ചു, അതിനെ ഒരു അവനിൽ ബേക്ക് ചെയ്യുന്നു. അതിൽ നിന്നുണ്ടാകുന്ന രണ്ട് സംഗതികളാണ് ഒരു മൺചട്ടിയും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന യൂറോപ്യൻ ക്ലോസറ്റും എന്നിരിക്കട്ടെ.
ഇന്നും മനുഷ്യനുണ്ട്, ഇന്ന് യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട്. അതുകൊണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് ഉള്ളത് കൊണ്ട് മനുഷ്യനുണ്ടെന്നോ അല്ലെങ്കിൽ മനുഷ്യനുള്ളതുകൊണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അബദ്ധമാണ്? അതായത് ഇത് രണ്ടും കളിമണ്ണിൽ നിന്നാണ് ഉണ്ടാക്കിയത്. ഒന്ന് ബേക്കിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ പോയി, വേറൊരു വഴി കൂടെ കടന്നുപോയി, മറ്റേത് ഊത്തിലൂടെ കടന്നുപോയി. ഇങ്ങനെ രണ്ട് വഴിയിലൂടെ പോയി രണ്ട് സാധനം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ ജീവിയും മറ്റേ ജീവിയും ഉണ്ടാകുന്നതിൽ വ്യത്യാസമില്ല. ഇതിപ്പം ഒരു മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു സാധനം വെച്ച് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞെങ്കിൽ മറ്റേത് സംഭവിക്കുന്നത് പോപ്പുലേഷനകത്താണ്, ഒരു കൂട്ടം ജീവികളിൽ സംഭവിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കൂ, ഒരു ലോക്ക് ആൻഡ് കീ കാണിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ ഫിറ്റ് ആവും എന്നുള്ളതാണ്. പുള്ളി ഉദ്ദേശിക്കുന്നത് മേറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. മറ്റൊരു മദ്രസ ചോദ്യമാണിത്. ഈ മേറ്റിങ്ങിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? വജൈനയും പീനിസും എങ്ങനെ കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്ന രീതിയിലായി, അല്ലെങ്കിൽ രണ്ട് ജീവികൾ എങ്ങനെയാണ് ചേരുന്നു എന്നുള്ള സംശയമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, മനുഷ്യനുണ്ടാകുന്നതിനും എത്രയോ കാലം മുമ്പ് ഇവോൾവ് ചെയ്ത ഒരു ട്രേറ്റാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. കൂടുതൽ ഡൈവേഴ്സിറ്റി കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അത് സെക്ഷുവൽ സെലക്ഷനെ അല്ലെങ്കിൽ ആ ഒരു ടൂൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് പരിണാമത്തിൽ വർക്ക് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 200 കോടി ഈ പരിണാമം എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീപ്രൊഡക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇവർക്ക് സെക്സ് ഏർപ്പെടുത്തി എന്നുള്ളതാണ്. ഈ സെക്സ് ഏർപ്പെടുത്തിയത് ആരാന്നറിയോ? പരിണാമമാണ് ഏർപ്പെടുത്തിയത്. അപ്പോൾ പരിണാമം വർക്ക് ചെയ്തു. പരിണാമം വർക്ക് ചെയ്ത് എങ്ങനെയാണെന്നറിയോ? ഇപ്പോൾ ചിമ്പാൻസിയിൽ നിന്ന് വീണ്ടും ചിമ്പാൻസി ഉണ്ടാവണമെങ്കിൽ സെക്സ് വേണമെന്ന് പരിണാമം അങ്ങ് തീരുമാനിച്ച് പരിണാമം വർക്ക് ചെയ്ത് പരിണാമം നിയമിച്ച ഒരു പ്രക്രിയയാണ് സെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സെക്സിൽ ഏർപ്പെടുന്ന ചിമ്പൻസികൾ, അതായത് ആണും പെണ്ണുമായ ചിമ്പൻസി സെക്സിൽ ഏർപ്പെടുന്നു, ഉടനെ വേറൊരു ചിമ്പാൻസി ഉണ്ടാവുന്നു. അപ്പോൾ ഈ പ്രക്രിയ നിർണയിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്തത് ആരാന്ന് വെച്ചാൽ പരിണാമമാണ് ഇത് വർക്ക് ചെയ്തത്. അതുപോലെ തന്നെ മനുഷ്യൻ ആദ്യം രൂപപ്പെട്ട ഒരാണുണ്ടായി, അത് കഴിഞ്ഞ് പരിണമിച്ച ഒരു പെണ്ണും കൂടെ ഉണ്ടായി. അപ്പം അങ്ങനെ ആണും പെണ്ണും പരിണമിച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ ഇതിന് റീപ്രൊഡക്ഷൻ വേണമല്ലോ. അപ്പോൾ പരിണാമം തീരുമാനിച്ചു ഇതിനൊരു റീപ്രൊഡക്ഷൻ വേണം, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, സെക്സ് ഏർപ്പെടുത്താം എന്ന് പരിണാമം തീരുമാനിക്കുകയും അങ്ങനെ പരിണാമത്തിൻ്റെ തീരുമാനപ്രകാരം സെക്സ് ഏർപ്പെടുത്തുകയും ആ സെക്സിലൂടെ റീപ്രൊഡക്ഷൻ നടക്കുകയും ചെയ്യുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെക്സിലൂടെ ഇതുപോലെ റീപ്രൊഡക്ഷൻ നടത്താമെന്ന് ആരാണ് ആദ്യം കണ്ടുപിടിച്ചതെന്നാണ് എനിക്കറിയാൻ പാടില്ലാത്തത്. അത് ഇദ്ദേഹം പറയുന്നില്ല. ഈ റീപ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇതുപോലെയുള്ളത് കൊണ്ടാവും. ഇപ്പോൾ മനുഷ്യൻ റീപ്രൊഡക്ഷൻ നടത്താനായിട്ട് മനുഷ്യൻ സ്ത്രീയും പുരുഷനും തമ്മിൽ സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വേറൊരു മനുഷ്യനുണ്ടാകുമെന്ന് ഇത് ആരാണ് ആദ്യം കണ്ടുപിടിച്ചതെന്ന് ഇദ്ദേഹം പറയുന്നില്ല. അതുപോലെ ഒരാൺ ചിമ്പാൻസിയും ഒരു പെൺ ചിമ്പാൻസിയും കൂടി സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വേറൊരു ചിമ്പാൻസി ഉണ്ടാകും എന്ന് ഇത് ആദ്യം കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഇതാദ്യം ആരുടെ ബുദ്ധിയിൽ ഉദിച്ച കാര്യമാണെന്ന് ഇദ്ദേഹം പറയുന്നില്ല. അപ്പോൾ ഇത് പരിണാമം വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഏതൊരു ജീവിയെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ സെക്സിലൂടെയാണ് റീപ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നറിയോ? ഈ സെക്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയോ? മനുഷ്യനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സെക്സ് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഈ മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആരുണ്ടായിരുന്നു? ജീവി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം മനുഷ്യനെ എന്ന ജീവി ഉണ്ടാകുന്നതിനൊക്കെ മുമ്പ് തന്നെ വേറെ കുറേ ജീവികളുണ്ടായി. ആ കുറേ ജീവികൾക്കൊക്കെയും എന്തുണ്ടായിരുന്നു? സെക്സ് ഉണ്ടായിരുന്നു. ആ സെക്സിലൂടെ അവർ റീപ്രൊഡക്ഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇത് ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ പരിണാമം ഉണ്ടാക്കി എന്നുള്ളതാണ്. പരിണാമം വർക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാണ് മനുഷ്യനുണ്ടാകുന്നതെന്നറിയോ? അങ്ങനെ മനുഷ്യനുണ്ടായി കഴിഞ്ഞപ്പോൾ മനുഷ്യനും ഇതുപോലെ തന്നെ സെക്സ് ചെയ്ത് റീപ്രൊഡക്ഷൻ ഉണ്ടാക്കണമെന്ന് പരിണാമം തീരുമാനിക്കുകയും അങ്ങനെ പരിണാമം വർക്ക് ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും മനുഷ്യനുണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഇന്ന് നിലവിൽ വരുന്നതായ ജീവികളും മനുഷ്യനും എല്ലാം ഇങ്ങനെ നിലനിന്ന് പോരുന്നത്. അപ്പോൾ എന്തോ ഒരു സാധനം പരിണമിച്ച് മനുഷ്യനുണ്ടാകുകയും അതിനുശേഷം മനുഷ്യന് റീപ്രൊഡക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പരിണാമം ഒരു വർക്ക് ചെയ്തു. ആ വർക്കാണ് സെക്സ് എന്ന് പറയുന്നത്. അങ്ങനെ പരിണാമം ചെയ്ത വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് റീപ്രൊഡക്ഷൻ ഉണ്ടാകുകയും അങ്ങനെ ജനസമൂഹം ഇങ്ങനെ വർദ്ധിച്ചു വരികയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മണ്ണ് കുഴച്ച് അതിനകത്ത് നിന്ന്
ഒരു രൂപം ഉണ്ടാക്കി ആ രൂപത്തിനകത്തേക്ക് ശ്വാസം ഊതിക്കയറ്റി അപ്പോൾ ജീവനുള്ള മനുഷ്യനുണ്ടായി എന്ന് ചില മതങ്ങൾ പഠിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിപ്പോൾ ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെന്നുള്ള ബൈബിൾ എന്ന് പറയാൻ പറ്റത്തില്ല, ബൈബിളിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് ഒരു രൂപം ഉണ്ടാക്കി അതിനകത്ത് ശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മണ്ണ് കുഴച്ച് അതിലേക്ക് ശ്വാസം ഊതി അദ്ദേഹത്തിന് ജീവനുണ്ടായി എന്നുള്ള കാര്യം ഇദ്ദേഹം നിഷേധിക്കുകയാണ്. അത് അങ്ങനെയല്ല ഉണ്ടായതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ ഇദ്ദേഹം അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, അതായത് ഈ ചന്ദ്രശേഖർ ആർ എന്ന് പറയുന്ന ഈ നിരീശ്വരവാദിയോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: ഈ മനുഷ്യന്റെ രൂപം ഉണ്ടാക്കി, അത് ഒരു മനുഷ്യരൂപം ഉണ്ടാക്കി മണ്ണുകൊണ്ട്, ആ മണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപത്തിലേക്ക് ശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള മനുഷ്യനായി തീർന്നു. അത് ഇദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ചൊന്ന് വിവേചിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ ഇതുപോലെ ഉണ്ടായതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ മൂക്കിൽ ശ്വാസം ഉണ്ടല്ലോ, ഈ ശ്വാസം അദ്ദേഹം വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂക്കിൽ ശ്വാസം ഊതിക്കയറ്റിയപ്പോഴാണ് മനുഷ്യന് ജീവനുണ്ടായത്. ആ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ശ്വാസോച്ഛ്വാസം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറയുന്ന ചന്ദ്രശേഖർ ആർ എന്ന് പറയുന്ന മനുഷ്യനും ശ്വാസമുണ്ട്. അപ്പോൾ ഈ ശ്വാസം ഉള്ളത് കൊണ്ടാണ് ആ മനുഷ്യന് ജീവനുള്ളത്. ചന്ദ്രശേഖർ എന്ന് പറയുന്ന താങ്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ മണ്ണുകൊണ്ടുള്ള ഒരു രൂപത്തിൽ ശ്വാസോച്ഛ്വാസം നടക്കുന്നത് കൊണ്ടാണ് താങ്കൾ ജീവിച്ചിരിക്കുന്നത്. ഇനി താങ്കളുടെ ഈ ശ്വാസോച്ഛ്വാസം നിന്നുപോയി കഴിഞ്ഞാൽ താങ്കൾ വീണ്ടും മണ്ണായി പോകും. അപ്പം താങ്കൾ മണ്ണിന് ശ്വാസോച്ഛ്വാസം നൽകി, അല്ലെങ്കിൽ മണ്ണിലേക്ക് മണ്ണ് കുഴച്ച് രൂപമുണ്ടാക്കി ആ രൂപത്തിലേക്ക് ശ്വാസം ഊതിയപ്പോഴാണ് മനുഷ്യൻ ജീവനുള്ളതായി മാറിയത് എന്നുള്ള കാര്യം, അതിനുള്ള തെളിവ് താങ്കൾ തന്നെ അതിനൊരു തെളിവാണ്. കാരണം താങ്കൾ ശ്വാസോച്ഛ്വാസം ചെയ്താണ് ജീവിക്കുന്നത്. ശ്വാസോച്ഛ്വാസം ചെയ്യാതെ താങ്കൾക്കോ മറ്റൊരു ജീവികൾക്കോ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ശ്വാസോച്ഛ്വാസം എന്ന് നിലയ്ക്കുന്നുവോ അന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ താങ്കൾ മണ്ണായി പോകും. അപ്പോൾ അത് തന്നെ മണ്ണിൽ നിന്നാണ് രൂപമുണ്ടാക്കിയത്, ആ രൂപത്തിലേക്ക് ശ്വാസം ഊതിയിട്ടാണ് മനുഷ്യനുണ്ടായത് എന്നുള്ളതിൻ്റെ തെളിവ് ഈ ചന്ദ്രശേഖരൻ തന്നെ അതിൻ്റെ തെളിവാണ്. കാരണം ചന്ദ്രശേഖരൻ്റെ ശ്വാസം നിന്നു കഴിഞ്ഞാൽ അദ്ദേഹം മണ്ണായി മാറും. അദ്ദേഹം മറ്റൊരു ഉദാഹരണം പറയുന്നത് ഇങ്ങനെയാണ്: ഈ കളിമണ്ണിൽ നിന്ന് യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടാക്കുന്നു, പാചകം ചെയ്യാനുള്ള ചട്ടി ഉണ്ടാക്കുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പാചകം ചെയ്യാനുള്ള ചട്ടിയിലും ശ്വാസമില്ല, യൂറോപ്യൻ ക്ലോസറ്റിലും ശ്വാസമില്ല. അപ്പോൾ അതുകൊണ്ട് അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ ചട്ടിയും ആ യൂറോപ്യൻ ക്ലോസറ്റും എത്ര കോടി വർഷം വേണമെങ്കിലും മണ്ണിൽ അങ്ങനെ തന്നെ ഇരിക്കും. അതൊരിക്കലും ചീയത്തില്ല, ദ്രവിക്കത്തില്ല, അതങ്ങനെ തന്നെ ഇരിക്കും. എന്നാൽ ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ്റെ ശ്വാസം പോയി കഴിഞ്ഞാൽ അവൻ ചീഞ്ഞു പോകും. ചീഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മണ്ണായി തീരും, മണ്ണിലേക്ക് ചേരും എന്നുള്ളതാണ്. അപ്പം അവനെ മണ്ണിൽ നിന്ന് അവൻ എടുക്കുകയും അവനിൽ ശ്വാസം നൽകുകയും ആ ശ്വാസം മുഖാന്തരം അവൻ ജീവിക്കുകയും ആ ജീവനുള്ള മനുഷ്യനായി തീരുകയും ചെയ്തു. അത് ആ സത്യം അംഗീകരിക്കാൻ ഈ ചന്ദ്രശേഖരൻ തയ്യാറല്ല എന്നുള്ളതാണ്. അതിന് അദ്ദേഹം നിഷേധിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ശ്വാസം ഇല്ലാന്നും അദ്ദേഹത്തിന് ജീവനില്ലാന്നും അദ്ദേഹം മണ്ണാകുകയില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ശ്വാസമുണ്ട്, അദ്ദേഹത്തിന് ജീവനുണ്ട്, അദ്ദേഹം മണ്ണാണ്. അദ്ദേഹം ശ്വാസം എപ്പോൾ പോകുന്നുവോ അപ്പോൾ അയാൾ മണ്ണായി മാറും. അപ്പോൾ യഥാർത്ഥമായ ഒരു സത്യത്തെ അദ്ദേഹം അംഗീകരിക്കാതെ സത്യത്തെ നിഷേധിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിന് പറ്റിയ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ച് കുറേ അറിവുണ്ടാക്കി എന്നുള്ളതല്ലാണ്ട് വിവേകം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അല്പം പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ കളിമണ്ണിൽ നിന്ന് ഒരു ചട്ടി ഉണ്ടാക്കി, അതുപോലെ തന്നെ കളിമണ്ണിൽ നിന്ന് ഒരു ക്ലോസറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ ഉണ്ടാക്കിയതല്ല, ഉണ്ടായതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലോസറ്റ് ഉണ്ടാക്കാതെ ഉണ്ടാവുകയില്ല, ചട്ടി ഉണ്ടാക്കാതെ ഉണ്ടാവുകയില്ല.
അതൊന്നും തനിയെ ഉണ്ടായതാണെന്ന് ഈ ചന്ദ്രശേഖരൻ പറയുന്നില്ല. പക്ഷെ മനുഷ്യനെല്ലാം തനിയെ ഉണ്ടായതാണ്, അല്ലെങ്കിൽ മൃഗങ്ങളെല്ലാം തനിയെ ഉണ്ടായതാണ്, അതിനൊന്നും ആരും ഉണ്ടാക്കിയതല്ല. അപ്പോൾ ക്ലോസറ്റ് ഉണ്ടാക്കിയതാണ്, ചട്ടി ഉണ്ടാക്കിയതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ മനുഷ്യനെ ആരും ഉണ്ടാക്കിയതല്ല, അത് തന്നെ ഉണ്ടായതാണ്. അതും അദ്ദേഹത്തിന് വിവേകശൂന്യമായ ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടാക്കാതെ ഒന്നും ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഈ ചന്ദ്രശേഖരനെ പോലെയുള്ളവരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും തെളിവ് സഹിതം പറയണം, ഇന്ന ഇന്ന രീതിയിൽ ഇന്ന സാധനം പരിണമിച്ച് ഇത്ര വർഷം കൊണ്ട് രൂപം മാറി, പിന്നീട് അത് വീണ്ടും പരിണമിച്ച് ഇത്ര വർഷം കൊണ്ട് രൂപം മാറി, അങ്ങനെ രൂപം മാറി ഇത്ര വർഷം കഴിഞ്ഞപ്പോൾ അത് മനുഷ്യനായി മാറി എന്ന് അദ്ദേഹം പറയുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള ഒരു നിരീശ്വരവാദ്യം പറയുന്നില്ല. അവരിങ്ങനെ പറയുന്നത് കോടാനുകോടി വർഷം, കോടിക്കണക്കിന് വർഷം, അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷം എന്നിങ്ങനെ ചുമ്മാ ഒരു കണക്കങ്ങ് പറയുക. ഒരു തീരുമാനവും ഇല്ല, ഒരു ഉറപ്പുമില്ല. കുറേ വർഷങ്ങൾ എടുത്തപ്പോൾ രൂപപ്പെട്ടു, അവരുടെ മനുഷ്യനായി മാറി, പിന്നീട് അതങ്ങ് നിന്നുപോയി. പിന്നീട് ആ മനുഷ്യൻ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് സെക്സ് ഏർപ്പെടുത്തി എന്നുള്ള, ആരേർപ്പെടുത്തി? പരിണാമം ഏർപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ പരിണാമം വർക്ക് ചെയ്ത് എന്ത് ചെയ്തു? അപ്പോൾ വാസ്തവത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നാം ദൈവം എന്ന് പറയുന്നതിന് ഇവരുടെ ദൈവമായിട്ട് ഇവർ കാണുന്നത് പരിണാമത്തെയാണ്. അവർ ദൈവം എന്നുള്ള പദം ഉപയോഗിക്കുന്നില്ല, അതിന് പകരം അവർ പരിണാമം എന്ന പദം ഉപയോഗിക്കണമെന്ന് മാത്രം. അപ്പോൾ പരിണാമം വർക്ക് ചെയ്തപ്പോഴാണ് സെക്സ് ഉണ്ടായത്, ആ സെക്സിലൂടെയാണ് റീപ്രൊഡക്ഷൻ ഉണ്ടായത്. അപ്പോൾ അവരുടെ ദൈവം എന്ന് പറയുന്നത് പരിണാമമാണ്. ഈ ചന്ദ്രശേഖരൻ്റെ ദൈവത്തെ നമുക്ക് പരിണാമം എന്ന് വിളിക്കാം. അപ്പോൾ ആ പരിണാമം ആണ് വർക്ക് ചെയ്തത്. അങ്ങനെ വർക്ക് ചെയ്താണ് ഇപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ജീവികളൊക്കെ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. ആനയിൽ നിന്ന് ആന ഉണ്ടാകുന്നു, മാനിൽ നിന്ന് മാനുണ്ടാകുന്നു, സിംഹത്തിൽ നിന്ന് സിംഹം ഉണ്ടാകുന്നു, മനുഷ്യനിൽ നിന്ന് മനുഷ്യനുണ്ടാകുന്നു. അപ്പൊ ഈ പ്രക്രിയ ആരംഭിച്ചത് ആരാണെന്നോ, ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ റീപ്രൊഡക്ഷൻ ഉണ്ടാകുമെന്ന് തീരുമാനിച്ചത് ആരാണെന്നോ, ഇത് ആദ്യം ഈ ആശയം ഉടലെടുത്തത് ആണിലാണോ അത് പെണ്ണിലാണോ എന്നൊന്നും ഈ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ പറയുന്നില്ല. അപ്പൊ ഇതെങ്ങനെയുണ്ടായി? അദ്ദേഹം ചുമ്മാ ഇങ്ങനെ ഊഹാപോഹങ്ങൾ പറയുന്നേ ഉള്ളൂ. ഈ സെക്സ് പ്രക്രിയ ആരാണ് ആദ്യം തീരുമാനിച്ചത്? നമുക്കിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ റീപ്രൊഡക്ഷൻ ഉണ്ടാകുമെന്ന് ആദ്യം തീരുമാനിച്ചത് ആരാണ്? ആദ്യം ഈ റീപ്രൊഡക്ഷനുള്ള സെക്സ് നടത്തി വന്നത് മൃഗങ്ങളാണല്ലോ. മനുഷ്യനത് കഴിഞ്ഞ് കുറേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് മനുഷ്യൻ ഉണ്ടാവുന്നത്. അപ്പോൾ മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സെക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സെക്സിലൂടെ റീപ്രൊഡക്ഷൻ നടത്താമെന്ന് ആദ്യം കണ്ടുപിടിച്ച മൃഗം ഏതാണെന്നുള്ള കാര്യമാണ് എനിക്കറിയാൻ പാടാത്തത്. അത് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മനുഷ്യനുണ്ടായതിനു ശേഷം മനുഷ്യൻ എങ്ങനെയാണ് ഈ സെക്സിലൂടെ റീപ്രൊഡക്ഷൻ ചെയ്യാമെന്ന് കണ്ടുപിടിച്ചതെന്ന് എങ്ങനെയാണെന്നും അദ്ദേഹം പറയുന്നില്ല. അതിൽ ആദ്യം കണ്ടുപിടിച്ചത് ആരാണെന്നും പറയുന്നില്ല. ഇപ്പൊ പെണ്ണാണോ ആദ്യം ഈ കാര്യം പറഞ്ഞത്, അത് പുരുഷനാണോ ആദ്യം ഈ കാര്യം പറഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നില്ല. ഇത് എങ്ങനെ ചെയ്താണോ ഉണ്ടാവുന്നതെന്ന് പരിണാമം വർക്ക് ചെയ്തു ഉടനെ ഇങ്ങനെ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നതിന് സാരം ഇതാണ്, എന്താണ് യാഥാർത്ഥ്യമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടും അദ്ദേഹം യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അതിന് കാരണം ഞാനിങ്ങനെ പറയാം, അദ്ദേഹം പുസ്തകങ്ങളൊക്കെ വായിച്ച് കുറേ അറിവ് സമ്പാദിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിലേക്ക് തന്നെ അദ്ദേഹം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തന്നെ മനസ്സിലാകാം, ഈ മണ്ണ് കുഴച്ച് മണ്ണിലേക്ക് ശ്വാസം ഊതി, ആ ശ്വാസം ഊതിയതിന് ശേഷം അവന് ജീവനുണ്ടായി. ആ ജീവനുള്ളവൻ എപ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നുവോ അല്ലെങ്കിൽ ശ്വാസം നഷ്ടപ്പെടുന്നുവോ അവൻ വീണ്ടും മണ്ണായി മാറും. അത് ചന്ദ്രശേഖറും മണ്ണായി മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം സത്യമാണെന്ന് വിശ്വസിക്കാൻ ചന്ദ്രശേഖർ തയ്യാറാകണമെന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ചന്ദ്രശേഖർ രൂപാന്തരപ്പെട്ടുണ്ടായതല്ല. ചന്ദ്രശേഖർ മണ്ണാണ്. ഈ മണ്ണായ ചന്ദ്രശേഖർ നിലനിൽക്കുന്നത് ശ്വാസമുള്ളത് കൊണ്ടും ജീവനുള്ളത് കൊണ്ടുമാണ്. ആ ശ്വാസവും ജീവനും പോയാൽ ചന്ദ്രശേഖർ മണ്ണായി മാറും. അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു സത്യം മനസ്സിലാക്കാം, ദൈവം മണ്ണെടുത്ത് കുഴച്ച് രൂപമുണ്ടാക്കി അതിലേക്ക് ശ്വാസം ഊതിയപ്പോൾ ജീവനുണ്ടായി. ആ ജീവനുള്ള മനുഷ്യൻ ആയി മാറി എന്നുള്ളതാണ്. ആ മനുഷ്യന്റെ ജീവൻ പോയാൽ അവൻ വീണ്ടും മണ്ണായി മാറും. അപ്പൊ ഈ സത്യം അംഗീകരിക്കാതെ, ഇത് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ മണ്ടന്മാരെന്ന് വിളിച്ചുകൊണ്ട് സ്വയം മണ്ടനാകുന്ന ഒരു വ്യക്തിയാണ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നയാൾ. ഈ വീഡിയോ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള 1-2 ചോദ്യങ്ങൾ ഇതാണ്. ഒന്ന്, ഈ പരിണാമം വർക്ക് ചെയ്ത ഈ സെക്സ് ഇണചേരൽ, ഇങ്ങനെ ഇണചേർന്നാൽ വർക്ക് ചെയ്താൽ
ഈ റീപ്രൊഡക്ഷൻ ഉണ്ടാകുമെന്ന് ആദ്യം കണ്ടുപിടിച്ച ജീവി ഏതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ച ജീവി ഏതാണ്? മനുഷ്യൻ പിന്നീടാണല്ലോ ഉണ്ടായത്. അപ്പോൾ പിന്നീടുണ്ടായ മനുഷ്യരിൽ ആദ്യം ഇത് തീരുമാനിച്ചത് ആരാണ്? ആണാണോ പെണ്ണാണോ ഇത് തീരുമാനിച്ചത്? അപ്പോൾ ആണാണോ പെണ്ണാണോ ആദ്യം നമുക്ക് സെക്സ് ഏർപ്പെടാം എന്ന് പറഞ്ഞ വ്യക്തി ആണാണോ പെണ്ണാണോ? ഈ കാര്യം ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മാന്യ അദ്ദേഹം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് ഈ എല്ലാം തനിയെ ഉണ്ടായെന്നുള്ളതാണ്. അതും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് തന്നെ അദ്ദേഹം നിഷേധിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാം തനിയെ ഉണ്ടാവുന്നില്ല. കാരണം കളിമണ്ണിൽ നിന്ന് അമേരിക്കൻ ക്ലോസറ്റ് തനിയെ ഉണ്ടാവുന്നില്ല, കളിമണ്ണിൽ നിന്ന് ചട്ടി തനിയെ ഉണ്ടാകുന്നില്ല, അതെല്ലാം ഉണ്ടാക്കിയതാണ്. അപ്പം അതുപോലെ തന്നെ മനുഷ്യനെ മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയതാണ്, അല്ലാണ്ട് മനുഷ്യൻ തനിയെ ഉണ്ടായതൊന്നുമല്ല. ഈ സത്യം അംഗീകരിക്കാനും ഈ ചന്ദ്രശേഖർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സത്യം എന്താണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എല്ലാം ഉണ്ടാക്കിയതാണ്. കളിമണ്ണിൽ നിന്ന് ക്ലോസറ്റ് ഉണ്ടാക്കി, കളിമണ്ണിൽ നിന്ന് ചട്ടി ഉണ്ടാക്കി, ഇതെല്ലാം ഉണ്ടാക്കാതെ ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ ചന്ദ്രശേഖർ മാത്രം ഉണ്ടാക്കാതെ തന്നെ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അതായത് മനുഷ്യൻ തന്നെ ഉണ്ടായി, ആരും ഉണ്ടാക്കിയതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തന്നെ ഉണ്ടാകുന്നതായിട്ട് ഒന്നുമില്ല, എല്ലാം ഉണ്ടാക്കിയിട്ട് ഉണ്ടാകുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം അദ്ദേഹം നിഷേധിക്കുകയാണ്. അപ്പോൾ പല കാര്യങ്ങളും സത്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിലും അത് മറ്റുള്ളവരുടെ മുമ്പാകെ ലജ്ജിതനാകാൻ മനസ്സില്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തെറ്റായി പോകുമല്ലോ എന്നുള്ള ആ ധാരണ കൊണ്ടോ, എന്തുകൊണ്ടോ അദ്ദേഹത്തിന് സത്യം അംഗീകരിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വരുന്നില്ല. അദ്ദേഹം സത്യത്തെ നിഷേധിച്ചുകൊണ്ട് മറ്റുള്ളവരെ മണ്ടന്മാരെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ സ്വയം മണ്ടനാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ താങ്കൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, അതായത് ചന്ദ്രശേഖർ ആർ എന്ന് പറയുന്ന താങ്കൾ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോയുടെ താഴെ 2-3 ചോദ്യങ്ങൾക്ക് ഉത്തരം ഇടുക. ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം താങ്കൾ ഉത്തരം നൽകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുവാണ്. അപ്പോൾ നമുക്ക് പിന്നീട് കാണാൻ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ അവസരം ഉണ്ടായാൽ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത്രയും നേരം വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്.